നാട്ടിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വേറെ ഒന്നുമല്ല പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് അനി നന്ദുവിനെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മുടെ അനി വിചാരിക്കുന്നത് നന്ദു എന്തായാലും കല്യാണം, വിവാഹ നിശ്ചയമൊക്കെ മുടക്കാനായിട്ട് വരുമെന്നാണ്. പക്ഷേ അത് അനിയുടെ വെറുമൊരു സ്വപ്നമായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ അനി തന്നെ കളത്തിലിറങ്ങി, രംഗത്തിറങ്ങി മുത്തശ്ശനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായി ചെയ്യുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അനിയാണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്ദു വളരെയധികം സങ്കടത്തിലാണ്. താൻ സ്നേഹിച്ച അനിയെ വീണ്ടും നഷ്ടപ്പെടുകയാണല്ലോ എന്നുള്ള സങ്കടം നന്ദുവിൻ്റെ മുഖത്ത് വ്യക്തം, കൃത്യം. ഇതേ സമയം എന്ത് ചെയ്തിട്ട് വേണമെങ്കിലും എങ്ങനെയെങ്കിലും നേടണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ചെയ്യുന്നത് തെറ്റാണെന്നൊരു ബോധ്യം നമ്മുടെ നന്ദുവിൻ്റെ മനസ്സിലുണ്ട്. ചേച്ചിയും ചേട്ടനും അമ്മയും അച്ഛനും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അനിയുമായിട്ട് ബന്ധം വേണ്ട എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് അത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന നന്ദു ഇതേ സമയം എങ്ങനെയെങ്കിലും നന്ദുവിനെ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്ന അനി ഒടുവിൽ മുത്തശ്ശനെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ മുത്തശ്ശൻ അനിയുടെ ഭാഗത്തേക്ക്, പക്ഷത്തേക്ക് പതിയെ നീങ്ങി നിൽക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ജാനകി ഒന്നും പിന്നെ പറയുന്നില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ മുത്തശ്ശൻ നന്ദുവിനെ പോയി ആശ്വസിപ്പിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ അനി നന്ദുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് പോകുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അങ്ങനെ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന അനിയെ നമുക്ക് കാണാനായിട്ട് കഴിയും, സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.